എന്നും കൃഷിയിടങ്ങൾ നശിപ്പിക്കരുതെന്നും ഈന്തപ്പന തടികൾ മുറിക്കരുതെന്നും ആരാധനയിൽ മുഴുകിയിരിക്കുന്നവരെ ഉപദ്രവിക്കരുതെന്നെല്ലാം കൽപ്പിക്കുന്ന ഈ മഹത്തായ ദർശനത്തിന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് യുദ്ധങ്ങളിൽ പോലും അതിക്രമങ്ങൾ കാണിക്കുവാൻ സാധിക്കുന്നത്? എന്നിട്ടും പറയുന്നത് ജിഹാദും ജിഹാദികളുമാണ് ലോകത്തിന് ഏറ്റവും വലിയ ഭീഷണി. ഇവർക്കാർക്കും അറിയില്ല എന്താണ് ജിഹാദ് എന്ന്. കഠിനാധ്വാനം എന്നർത്ഥം വരുന്ന ജഹദ എന്ന പദത്തിൽ നിന്നാണ് ജിഹാദ് എന്ന പദം ഉത്ഭവിക്കുന്നത് എങ്കിൽ യുദ്ധം എന്ന പദം കിത്താലുൻ എന്ന പദത്തിൽ നിന്നാണ്. വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായത്തിൽ 52-ാം വചനത്തിൽ പറയുന്നില്ലേ, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, നിങ്ങൾ ഏറ്റവും വലിയ ജിഹാദ് ചെയ്യുക ഈ ഖുർആൻ കൊണ്ട്. ഖുർആൻ തോക്കല്ല, ബോംബല്ല, വാളല്ല, മിസൈലല്ല എന്ന് നമുക്കറിയാം. പിന്നെ എങ്ങനെയാണ് ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യുന്നത്? ഖുർആനിക കൽപ്പനകൾക്ക് അനുസൃതമായി ജീവിക്കുന്നതാണ് ജിഹാദ്. ഏകനായ സ്രഷ്ടാവിനെ മാത്രം ദൈവമായി അംഗീകരിച്ച് അവനോട് മാത്രം പ്രാർത്ഥിച്ച് അവനോട് മാത്രം ദൈവിക സഹായം തേടി അവന്റെ മുൻപിൽ മാത്രം ശിരസ് കുമ്പിട്ട് അവൻ നിയോഗിച്ച പ്രവാചകരെയെല്ലാം സ്നേഹിക്കുകയും അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത് അന്ത്യദിനത്തിലും പരലോകത്തിലും വിശ്വസിക്കുന്നതാണ് ജിഹാദ്. നിരപരാധികളെ വധിക്കാതിരിക്കുക, വഞ്ചിക്കാതിരിക്കുക, വ്യഭിചരിക്കാതിരിക്കുക, മദ്യപിക്കാതിരിക്കുക, ചൂതാട്ടത്തിൽ പങ്കെടുക്കാതിരിക്കുക, അളവ് തൂക്കത്തിൽ വ്യതിയാനം വരുത്താതിരിക്കുക, കൃത്രിമക്ഷാമം ഉണ്ടാക്കാതിരിക്കുക, സ്ത്രീകളെ സംബന്ധിച്ച് പരദൂഷണം പറയാതിരിക്കുക, അഹങ്കാരത്തോടെ ഭൂമിയിൽ നടക്കാതിരിക്കുക, കൈക്കൂലി നൽകാതിരിക്കുക, അങ്ങനെ ഒട്ടനവധി തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ജിഹാദ്. നമസ്കരിക്കുക, വ്രതമനുഷ്ഠിക്കുക, മാതാപിതാക്കളോട് കാരുണ്യത്തോടെ പെരുമാറുക, സന്താനങ്ങളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക, അനാഥകളെയും അഗതികളെയും സംരക്ഷിക്കുക, അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷിക്കാതെ തൻ്റെ ഭക്ഷണത്തിൽ നിന്ന് അയാൾക്ക് കൂടി നൽകുന്നതാണ് ജിഹാദ്. എന്നാൽ ജിഹാദിൻ്റെ ഒരു വശമുണ്ട്. നിങ്ങളുടെ ജീവനോ സമ്പത്തോ ആരെങ്കിലും കവർന്നെടുക്കാൻ വന്നാൽ നിങ്ങളുടെ വിശ്വാസത്തിന് അനുസൃതമായി സമാധാനത്തോടെ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കാതിരുന്നാൽ പ്രതിരോധിക്കാനുള്ള അവകാശം വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായത്തിലെ 39-ാം വചനത്തിൽ പറയുന്നില്ലേ, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു വഇന്നല്ലാഹ ലാ നസ്രിഹിം ലഖദീർ അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ൻ ഇല്ലാ അയഖൂലു റബ്ബുനല്ലാഹ്. അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വീടുകളിൽ നിന്നും പുറത്താക്കപ്പെടുകയും നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് പ്രതിരോധിക്കാം. എന്തിനാണ് ഈ അവകാശത്തെ ജനങ്ങൾ എതിർക്കുന്നത്? ഇന്ത്യൻ പീനൽ കോഡ് നമുക്ക് നൽകുന്നില്ലേ റൈറ്റ് ടു ഡിഫെൻഡ് വൺസ് ഓൺ ലൈഫ് ആൻഡ് വൺസ് ഓൺ പ്രോപ്പർട്ടി, നമ്മുടെ ജീവനും സമ്പത്തും സംരക്ഷിക്കാനുള്ള അവകാശം. ഈ അവകാശത്തെ ന്യായീകരിക്കുന്നവർക്ക് എങ്ങനെയാണ് ഇസ്ലാം നൽകുന്ന അവകാശം തെറ്റാണ് എന്ന് പറയുവാൻ സാധിക്കുന്നത്? ഭാര്യയെ രക്ഷിക്കാൻ ശ്രീരാമൻ നടത്തിയ യുദ്ധത്തെ ന്യായീകരിക്കുന്നവർക്ക് എങ്ങനെയാണ് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി പോരാടാൻ ഇസ്ലാം നൽകിയിട്ടുള്ള അവകാശം തിന്മയാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്നത്? പാണ്ഡവർക്ക് രാജ്യം തിരിച്ചു നൽകാൻ പോലും തേരാളിയായ യുദ്ധം നയിച്ച ശ്രീകൃഷ്ണന്റെ നടപടിയെ ന്യായീകരിക്കുന്നവർക്ക് എങ്ങനെയാണ് ഇസ്ലാം നൽകുന്ന അവകാശത്തെ തെറ്റാണെന്ന് പറയുവാൻ സാധിക്കുന്നത്? യുദ്ധം ചെയ്യാൻ മടിച്ചു നിന്ന് അർജുനനോട് ശ്രീകൃഷ്ണൻ കൽപ്പിക്കുന്നില്ലേ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 37-ാം വചനത്തിൽ, ഹദോവ പ്രാപ്സസി സ്വർഗം ജിത്തോവ ബോക്ഷസേ മഹി തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അർജുന, നീ കൊല്ലപ്പെട്ടാൽ നിനക്ക് സ്വർഗം ലഭിക്കും, വിജയിക്കുകയാണ് എങ്കിൽ രാജ്യം അനുഭവിക്കാം. രണ്ടാണെങ്കിലും എഴുന്നേൽക്കു കുന്തിപുത്ര, യുദ്ധം ചെയ്യാനായിട്ട്. കരിഞ്ചന്ത നടത്തിയ കച്ചവടക്കാരെ സിനഗോഗിൽ നിന്നും ചാട്ടവാറെടുത്ത് ആട്ടിയോടിച്ച യേശുവിൻ്റെ നടപടിയെ ന്യായീകരിക്കുന്നവർ, വസ്ത്രം വിറ്റിട്ടാണെങ്കിലും വാളുവാങ്ങാനുള്ള യേശുവിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 36-ാം വചനത്തെ ന്യായീകരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് എങ്ങനെയാണ് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി പോരാടാൻ ഇസ്ലാം നൽകിയിട്ടുള്ള അവകാശം തെറ്റാണെന്ന് പറയുവാൻ കഴിയുന്നത്? നാം ജീവിതത്തിൽ സ്നേഹിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്, വെറുക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. ശക്തി പ്രയോഗിക്കേണ്ട ഘട്ടങ്ങളുണ്ട്, ശക്തി പ്രയോഗിക്കാൻ പാടില്ലാത്ത ഘട്ടങ്ങളുണ്ട്. ഒരു പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായാൽ ബലാത്സംഗം എന്ന പ്രവൃത്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ സ്നേഹം ആ സാഹചര്യത്തിൽ തിന്മയാണ്, നന്മയല്ല. ബലാത്സംഗം എന്ന പ്രവൃത്തിയെ നിങ്ങൾ വെറുക്കുന്നുവെങ്കിൽ ആ സാഹചര്യത്തിൽ വെറുപ്പ് നന്മയാണ്, തിന്മയല്ല. ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ നിങ്ങൾ ശക്തി പ്രയോഗിക്കുന്നില്ല എങ്കിൽ ആ സാഹചര്യത്തിൽ ശക്തി പ്രയോഗിക്കാതിരിക്കുന്നത് തിന്മയാണ്, നന്മയല്ല. ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ നിങ്ങൾ ശക്തി പ്രയോഗിക്കുന്നുവെങ്കിൽ ആ സാഹചര്യത്തിൽ ശക്തി പ്രയോഗിക്കുന്ന നന്മയാണ്, തിന്മയല്ല. അതുകൊണ്ട് തന്നെയാണ് വലാ തസ്തബിൽ ഹസനതു വല സയ്യ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ എന്ന് തുടങ്ങുന്ന വചനമില്ലേ, നന്മയും തിന്മയും തുല്യമല്ല. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ചാൽ നിങ്ങളുടെ കഠിന ശത്രു പോലും ആത്മമിത്രമായി തീരുമെന്ന് പ്രഖ്യാപിച്ച ഖുർആൻ തന്നെ ചോദിക്കുന്നില്ലേ, അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് പോരാടുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് ശത്രുവിനെ മലർത്തിയടിക്കുന്നവനല്ല ധീരൻ, മറിച്ച് തിളച്ചു പൊങ്ങുന്ന കോപത്തെ തളച്ചു നിർത്തുന്നവനാണ് ധീരൻ എന്ന് പഠിപ്പിച്ച പ്രവാചകൻ തന്നെ ചോദിച്ചില്ലേ, അതിക്രമം കൺമുൻപിൽ കണ്ടാൽ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയണമെന്നും അത് സാധിക്കുന്നില്ല എങ്കിൽ നാവുകൊണ്ട് എതിർക്കണമെന്നും അതും പറ്റുന്നില്ല എങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കണമെന്നും പഠിപ്പിച്ചത്. ഈ ജിഹാദിനെ കരിവാരിത്തേക്കുവാൻ ആരംഭിച്ചത്
ഇന്നോ ഇന്നലെയോ അല്ല, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇസ്ലാമിൻ്റെ ഉജ്ജ്വലമായ മുന്നേറ്റം കണ്ട് കണ്ണന്താളിച്ച ക്രിസ്ത്യൻ മിഷണറിമാരും വെസ്റ്റേൺ ഓറിയന്റലിസ്റ്റുകളും ആരംഭിച്ചതാണ് ഈ നുണപ്രചരണം. ജിഹാദിലൂടെ നിർബന്ധ മതപരിവർത്തനം നടത്തുവാനുള്ള ആഹ്വാനമാണ് മുസ്ലിങ്ങൾക്കുള്ളത് എന്ന്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ച പല ചരിത്ര പണ്ഡിതരും മാറ്റിപ്പറയേണ്ടി വന്നു. തോമസ് കാർലിൽ തൻ്റെ ഹീറോ വർഷിപ്പിൽ പറയുന്നു, എന്ത് വാള്? അദ്ദേഹം പുച്ഛിക്കുകയാണ്, എന്ത് വാള്? ഏതൊരു ചിന്തയും ആദ്യം ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കും. ആ മനുഷ്യൻ വാളുമെടുത്ത് എങ്ങനെയാണ് ഒരു ദർശനം പ്രചരിപ്പിക്കുക? അദ്ദേഹം ചോദിക്കുന്നു. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്നും ഖുർആനിക ദർശനം ലഭിച്ചപ്പോൾ അത് പ്രവാചകന്റെ മസ്തിഷ്കത്തിൽ മാത്രം. ആ പ്രവാചകൻ വാളുമെടുത്ത് ഇത് പ്രചരിപ്പിച്ചാൽ ലോകം മുഴുവനും പ്രചരിക്കുമോ? ഏതൊരു ദർശനവും അതിൻ്റെതായ ശക്തി കൊണ്ട് മാത്രമേ പ്രചരിക്കുകയുള്ളൂ എന്ന് തോമസ് കാർലിൽ പറയുന്നു. ഇസ്ലാം അറ്റ് ദ ക്രോസ് റോഡ്സ് എന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ ഗ്രന്ഥകർത്താവ് പറയുകയാണ്, വർഗീയവാദികളായ മുസ്ലിങ്ങൾ വാളുമെടുത്ത് പരാജിതരായ ജനങ്ങളുടെ മേൽ തങ്ങളുടെ മതം അടിച്ചേൽപ്പിച്ചു എന്ന ഇതിഹാസം ഇതുവരെയും ചരിത്ര പണ്ഡിതർ കെട്ടിച്ചമച്ച കെട്ടുകഥകളിൽ ഏറ്റവും സാങ്കല്പികമാണ് എന്ന്. ബിൽ ക്ലിന്റൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പലസ്തീൻ പാർലമെന്റിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, അമേരിക്ക can never be against Islam even if America wants, because Islam is the fastest growing religion in America. അമേരിക്കയ്ക്ക് ഒരിക്കലും ഇസ്ലാമിനെതിരാകാൻ സാധിക്കുകയില്ല, അമേരിക്ക വിചാരിച്ചാലും. കാരണം അമേരിക്കയിൽ ഏറ്റവും അധികം വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതമാണ് ഇസ്ലാം. അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഇറ്റലിയിലും ഡെൻമാർക്കിലും റഷ്യയിലും എല്ലാം ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി ആളുകൾ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്ങുകൾ ഞാനെല്ലാം സഹകരിക്കുന്ന ഗ്ലോബൽ ഇസ്ലാമിക് പ്ലാറ്റ്ഫോമിലുണ്ട്. 100 കണക്കിന് ആളുകളുണ്ട്. എത്ര വീഡിയോസ് അതിലേക്ക് കയറ്റാൻ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല, കാരണം അത്ര അധികമാണ്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഇസ്ലാം സ്വീകരിച്ച കുറച്ച് പ്രശസ്തരായ വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രഷ്യസ് ഗേൾസ് എന്ന പ്രസിദ്ധമായ ഗാനം ആലപിച്ച പ്രസിദ്ധ ഗായകൻ ടൈസൺ, മില്യൺ കണക്കിന് ആൽബങ്ങൾ വിറ്റഴിക്കുന്ന ലോകപ്രസിദ്ധ റാപ്പ് സംഗീത ട്രൂപ്പായ ബാഡ് ബോയ്സിലെ പ്രസിദ്ധ ഗായകൻ ലൂൺ, അതുപോലെ ലോകപ്രസിദ്ധ റാപ്പ് സംഗീത ട്രൂപ്പായ ഔട്ട്ലോസിലെ പ്രസിദ്ധ ഗായകൻ നെപ്പോളിയൻ, ഹോളിവുഡിൽ നിന്നുള്ള ബസ്റ്റർ റയാം, നിയാം, കാസ്റ്റർ, ഫ്രാൻസിന്റെ സംഗീത ചരിത്രത്തിലെ സർവകാല റെക്കോർഡുകൾ ഭേദിച്ച 2006 ഡാൻസ് മാ ബബ്ലി ഇൻ മൈ ബബിൾ എന്ന പ്രസിദ്ധമായ ആൽബത്തിലെ ഗാനങ്ങൾ ആലപിച്ച ഫ്രാൻസിലെ ഏറ്റവും പ്രസിദ്ധ റാപ്പ് സംഗീത ഗായികയായ ഡിയാം. അവരെ കുറച്ച് മാസങ്ങൾ അപ്രത്യക്ഷമായി, കാണാതെയായി. പിന്നീട് പാരീസിലെ ഗ്രാൻഡ് മസ്ജിദിൽ നിന്നും പർദ്ദ ധരിച്ച് നമസ്കരിച്ചിറങ്ങുന്നതാണ് കണ്ടത്. അമേരിക്കയിലെ പരമോന്നത നിയമനിർമ്മാണ സഭയായ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലെ ചരിത്രത്തിൽ ആദ്യമായി വിശുദ്ധ ഖുർആനിൽ കരങ്ങൾ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത അംഗമായ കീത്ത് എലിസൺ, അമേരിക്കയിലെ ജോർജിയയിലെ മേയറായ ജാക്ക് എലിസ്, അതുപോലെ യൂണിറ്ററി ചർച്ചിലെ ആദ്യത്തെ വനിതാ പുരോഹിതയായ ഡോക്ടർ യൂനിക്കെ സിയോൺ, എപ്പിസ്കോപ്പൽ ചർച്ചിലെ ഹോംസ്, അതുപോലെ തന്നെ യുണൈറ്റഡ് മെത്തഡിക്കൽ ചർച്ചിലെ ചീഫ് ഡീക്കനായ ഡോക്ടർ ജെറാൾഡ് ഡർക്സ്, സൗത്ത് കാരോലൈനയിലെ യൂത്ത് മിനിസ്റ്ററും ക്രിസ്ത്യൻ മിഷണറിയുമായ ജോഷുവ ഇവാൻസ്, അങ്ങനെ ഒട്ടനവധി ആളുകൾ. അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും ജർമ്മനിയിലും മുസ്ലിങ്ങൾക്ക് എന്ത് ആയുധമാണുള്ളത്, എന്ത് ശക്തിയാണുള്ളത്, എന്ത് ധനമാണുള്ളത്, എന്ത് അധികാരമാണുള്ളത്, എന്ത് പ്രലോഭനങ്ങളെ അതിജീവിച്ചിട്ടാണ് ഇവർ ഇസ്ലാം സ്വീകരിക്കുന്നത് എന്നറിയാമോ? 1970 കാലഘട്ടത്തിലെ പോപ്പ് സംഗീതത്തെ കീഴടക്കിയിരുന്ന കാറ്റ് സ്റ്റീവൻസൺ എന്തുകൊണ്ടാണ് ഇസ്ലാം സ്വീകരിച്ച് യൂസഫ് ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത്, നഗ്നരായ സ്ത്രീകളും മദ്യവും ലഹരി പദാർത്ഥങ്ങളും അങ്ങനെ ഭൗതികമായ ഒട്ടേറെ പ്രലോഭനങ്ങളുടെ നടുവിലാണ് സംഗീതവുമായി ബന്ധപ്പെട്ടവർ ജീവിക്കുന്നത്. ചരിത്രത്തിൽ ഇത്തരം പ്രലോഭനങ്ങളെ അതിജീവിച്ച ചരിത്രം സൃഷ്ടിച്ച പ്രവാചകനായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ഞാൻ യൂസുഫ് എന്ന പേര് സ്വീകരിച്ചത്. എന്നിട്ടാണ് ഒരിക്കലും പറയുവാൻ പാടില്ലാത്ത മേഖലയിൽ നിന്നും ലവ് ജിഹാദ്, റൊമാൻസ് ജിഹാദ് എന്നീ പദപ്രയോഗങ്ങൾ വന്നത്. ഒരിക്കലും പറയുവാൻ പാടില്ലാത്ത മേഖലയിൽ നിന്നാണ് അത് വന്നത്. മാതാപിതാക്കളുടെ കണ്ണുനീരും
പെൺകുട്ടികളുടെ നന്ദികേടും ഒരുപാട് കാണുന്നവരാണ് ഹൈക്കോടതിയിൽ അഭിഭാഷകരായ ഞങ്ങൾ. ജന്മം നൽകിയ മാതാപിതാക്കളെയും